മീ ഡിയർ ഫ്രണ്ട്. എന്താ വേണ്ടേ? ഒരു 10 രൂപ എടുക്കാനുണ്ടാവോ? എന്തിനാ? നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇനി എന്താ സ്റ്റാർ ഹോട്ടലിൽ കെട്ടാമോന്ന് ഭിക്ഷയാ ചോദിക്കുന്നേ. ഭിക്ഷയോ? കയ്യും കാലം നന്നായിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? 10 രൂപയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഫൈനാൻസ് മിനിസ്റ്റർ പോലെ കണക്ക് പറയരുത് നീയാ. പോയി ജോലി നോക്കിപ്പോ. കോർപ്പറേഷനിൽ കംപ്ലൈന്റ് ചെയ്തോളി ഞാൻ. ആരോട് ചോദിച്ചാലും കൈ നന്നായിട്ടുണ്ട് കാല് നന്നായിട്ടുണ്ട് പറയുന്നല്ലാതെ പോടാ. ഇതിനു വേണ്ടി നന്നായിരിക്കുന്ന എന്റെ കൈ എനിക്ക് ഒടിക്കാൻ പറ്റുമോ? ഒന്ന് ചെയ്യാം. നല്ല റൂമിയെ പോലെ അഭിനയിച്ചാലോ? അതെ, രാത്രി മുഴുവനും കൊച്ചിന്റെ കരച്ചില്ല. ഇപ്പൊ സ്കൂളിൽ പോയിരിക്കാന്നറിയാം. അതുകൊണ്ട് പെർമിഷൻ എടുത്ത് വന്നിരിക്കുക. അയ്യോ, മണി 12 പോന്നു. മോൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരില്ലേ? എന്താ ഈ അരമണിക്കൂർ നിനക്ക് പോരെ? അതെ, വാതിലെ കഥ പഠിച്ചിട്ടുണ്ടോ? മോനാണ് സംസാരിക്കാനും പറ്റില്ല. വന്ന് പുറത്തു നിക്കില്ലേ? വർത്താനം പറഞ്ഞോണ്ട് നിക്കാതെ വാടി. അയ്യോ, മോൻ വന്നതേ തോന്നുന്നു. അമ്മേ, ഒന്ന് സന്തോഷായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. മോനെ, ജനലിന്റെ അടുത്ത് താക്കോലുണ്ട്. അതെടുത്ത് തുറന്ന് അകത്ത് വാ. അതെ മോനെ, അകത്തേക്ക് വാ. വിശക്കുന്നുണ്ടോ മോനെ? ടേബിളിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പോയിരുന്ന് കഴിച്ചോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓവറായിട്ട് മഴ പെയ്തതിന് കാരണം ഇങ്ങനെയുള്ള നിലവര് കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭിക്ഷ ചോദിച്ചു വന്നവന് വാതിൽക്ക് നിർത്താതെ അകത്ത് വിളിച്ച് ഡൈനിങ് ടേബിൾ എടുത്ത് ആഹാരം കൊടുക്കുകയാണ്. ഇവരെവിടെയായാലും നന്നായിരിക്കണം. ആ അകത്ത് കാര്യമായി ജോലിയിലായിരിക്കും. അതെ, ഞാൻ വെറും ചോറ് വെക്കുവോ? ഒന്ന് മാത്രം തുറന്നു നോക്കിട്ട് ഇതിനെ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചില്ലല്ലോ. രണ്ടാമത്തെ പ്ലേറ്റോട് തുറന്നു നോക്കിയേ. ഒക്കെ മോനുള്ളതാ. 2 വറുത്തുണ്ടല്ലോ, അതും മോനുള്ളതാ. കൂർക്ക ഉപ്പേരി ഇഷ്ടല്ലേ? എങ്കിൽ വിട്ടേ. 3 മീനും മോനുള്ളതാ. എനിക്ക് വേണ്ട, എല്ലാം എന്റെ മോനാ. കഴിച്ചു കഴിഞ്ഞോ? ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നു? ഉപ്പ് അധികമായിരുന്നോ? രാത്രിയിൽ ഞാൻ കുറയ്ക്കാൻ കേട്ടോ. പഴം കഴിക്കും മോനെ. അതെ, ഉള്ളതില് വലിയ പഴം എടുത്തോളൂ. എന്റെ അമ്മ കൂടി ഇങ്ങനെ സ്നേഹത്തോടെ എനിക്ക് ഇതുവരെ ഭക്ഷണം തന്നിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. പഴത്തോല് കഴിക്കരുത്. ഓ, ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഒരു സിനിമയ്ക്ക് പറഞ്ഞോണ്ട്. അതെ, ഈശ്വരന്റെ ഫോട്ടോ എടുത്തേക്ക് വാ. വന്നോ മോനെ? താഴെ ഞാൻ പണം വെച്ചിട്ടുണ്ട്, എടുത്തോളൂ. സിനിമയ്ക്ക് പോയിട്ട് വാ മോനെ. ടിക്കറ്റ് കിട്ടാതെ പോകും. 100 രൂപ എടുത്തോണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പോയി കാണേ. ഇക്കാലത്ത് പിച്ചക്കാരന്റെ ഭക്ഷണം കൊടുത്ത് സിനിമയ്ക്ക് പോ, അതും ഫസ്റ്റ് ക്ലാസ്സിൽ പോന്ന് പറയാ ആരാ ഉള്ളത്? ഭഗവാനെ, ഇവർക്ക് ഞാൻ നന്ദി എന്നൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലെന്ന അർത്ഥം. അമ്മേ, ദൈവമേ. അതെ, മോൻ സംസാരിക്കുന്നു. അയ്യോ, അവൻ നമ്മുടെ പയ്യനല്ലടി. ഇരുന്ന് അമ്മയെ വിളിച്ചപ്പോ അച്ഛൻ വരുന്നു. എന്നെ പോലെ നിങ്ങളും അഭിനയിക്കായിരുന്നോ? അകത്തുനിന്ന് കഴിക്കായിരുന്നല്ലേ? അതിന് നീ സമ്മതിച്ചില്ലല്ലോ. എന്താ മിണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ട് ആയിട്ടിരുന്നത്. ഞാൻ ഏത് കളർ ഡ്രസ് ആയിട്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഇതിലും ഭേദം നീ മിണ്ടായിരിക്കുന്നത്. ദേ, കളിക്കാതെ പറയുന്നേ. ആർക്കറിയാം? പറയാം. പറഞ്ഞാ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട. നീ അന്ന് ഏത് കളർ ഹെയർ പിന്നാ കുത്തിയിരുന്നവരെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പറയട്ടെ പറയട്ടെ. വേണ്ട. എന്റെ അമ്മേ.
ഏയ് ഇത് ക്രിസ്റ്റൽ ഡോളർ അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. അതെയോ? ആ. ഒരു മിനിറ്റ്. ഇങ്ങനെ ഇങ്ങനെ. ഏയ് എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് ഇവിടുന്ന് വരരുതെന്ന്. നീ ഇവിടെ തന്നെ നിൽക്കേ, എങ്ങോട്ട് പോരുത്. ഞാൻ അവന്റെ എല്ലാം ഒടിച്ചിട്ട് വന്നേക്കാം. എന്താടാ കാണിക്കുന്നത്? അവിടെ കുറച്ച് ഇവിടെ കുറച്ച്, ഇതൊക്കെ വേസ്റ്റാടാ. പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഈസിയാടാ. വാ എന്തിനാടാ ഉള്ളത്? അത് തുറന്ന് 4 വാക്ക് സ്നേഹമായിട്ട് പറയടാ. ഏത് ഫിഗറും വീഴും. പടാ. ഏയ് ഏയ് നീ എവിടെ പോവാ? ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ഏതായാലും വരാനുള്ള വന്നു. ആ വെള്ളത്തിലൊന്ന് കാല് നനച്ചിട്ട് പോയാലോ? പ്ലീസ് പ്ലീസ്. അല്ല, അവനെ എന്ത് ചെയ്തു? അവന് ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രേമിച്ചാ കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് സത്യം തന്നെയാ. അതുപോലെ തന്നെ എനിക്കും. ഞാൻ നിന്നെ ഓർത്തൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കട്ടെ? എന്താ പറഞ്ഞത്? കവിതയോ? അന്നൊരു നാൾ നിന്നെ കണ്ട നിമിഷം ഞാനായി മാറി നീ. എന്റെ നെഞ്ചിൽ പിറന്നൊരു മോഹം അമ്മയെ പിരിഞ്ഞ പൈതലായി നിന്നെ തേടി അലയുന്നു ഞാൻ. എന്നെന്നും കാതോർത്ത് നിൽക്കും നിൻ ഹൃദയത്തുടിപ്പുകൾ എന്നുള്ളിൽ താളമായി. ഒന്നുമില്ല, ചുമ്മാ. ഏയ് നീ കവിത ചൊല്ലുമ്പം ഞാൻ നിന്റെ മടിയിൽ തല വെക്കണം, നീ എന്റെ മുടിയിൽ ഇങ്ങനെ വിരലോടിക്കണം, അങ്ങനെയൊന്നുമില്ലേ? അങ്ങനെയൊന്നുമില്ല. എന്റെ കവിത കേട്ടോ ഇല്ലയോ? ആ കണ്ടു. കണ്ടെന്നോ? ഇല്ല, കേട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ കവിത എഴുതിയത്. ഇതിൽ ഇഷ്ടായത് ഏത് വരിയാണെന്ന് നീ ഒന്ന് പറയോ? ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആദ്യത്തെ വരി ഇഷ്ടമായ രണ്ടാമത്തെ വരി ഇഷ്ടമാണെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിന്നെ പോലുള്ള പെമ്പിള്ളേര് വാതോർന്ന് സംസാരിച്ചാലേ കവിതയാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. എന്താ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് തെറ്റാണോ? അത് തെറ്റാ. അതിലെന്താ തെറ്റ്? അവന്റെ ലവറെ അവൻ കിസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഒരുത്തിയെ കിസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ശരിയാ. ശരിയാണോ? അല്ലല്ല, തെറ്റാ. ശരിയാണോ തെറ്റാണോ? രണ്ടിലേതെങ്കിലും ഒന്ന് പറ. ശരിയാ. എന്നാൽ 4 പേര് കാണുന്ന പോലെ ആണെങ്കിൽ തെറ്റാ. അപ്പോ 4 ചുവരിനുള്ളിലാണെങ്കിൽ തെറ്റില്ല അല്ലേ? 4 ചുവരിനുള്ളിൽ ഇത് നടന്നാ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കോ? അതുകൊണ്ട് തെറ്റല്ല. അപ്പോ ഓക്കേ ഓക്കേ, വാ വീട്ടിൽ പോ. എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? നീയല്ലേ വന്നപ്പോ പോലെ പറയുന്നത് വീട്ടിൽ പോവാം വീട്ടിൽ പോവാം. വാ 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 വാ, വെയിൽ മുക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവാം. വാ എന്നിട്ട് അതൊക്കെ ഒരു ടെക്നിക്കാണ്. എക്സ്ക്യൂസ് മീ. പിച്ചെടുത്തെങ്കിലും ജീവിക്കുന്ന വലിയ വാചം അടിച്ചിട്ട് പോയതല്ലേ? എന്നാ പറഞ്ഞ പോലെ പ്രവർത്തിച്ച് ഇങ്ങനെ ഷർട്ടെല്ലാം കയറി അസല് പിച്ചക്കാരനെ പോലെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഐ ലൈക്ക് ദിസ് ലുക്ക് ഓൺ യു. നോ, യു ആർ റോങ്. ഇതാണ് ഇപ്പൊ അമേരിക്കയിലെ ലേറ്റസ്റ്റ് ഫാഷൻ. ബിൽ ക്ലിന്റൺ സുനാമി മേറ്ററായിട്ട് ഇന്ത്യയിൽ വന്നപ്പോ എനിക്ക് ഷർട്ട് പ്രസന്റ് ചെയ്തതാ. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പോകാനുദ്ദേശമുണ്ടോ? ഫ്രണ്ട്സിനെ വീട്ടിലെ കളി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്നു. കറക്കല്ലേ? കറക്കാൻ തന്നെയാ വന്നത്. ഏതെങ്കിലും പുതിയ നമ്പർ കറക്കണോ? ഇല്ലടാ, ഹരിതയുടെ പ്രോജക്റ്റ് തീർന്നിട്ടില്ല. മൈ ഗോഡ്, ഇത് നിന്റെ അന്തസ്സിന്റെ കോട്ടമാണല്ലോടാ. നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേ പ്രോജക്ട് മാതിരി ഈ പ്രോജക്റ്റും ഡിലേ ആവുന്നല്ലോടാ. കുത്തുകളെ കാണുന്ന കരുതി പതിയെ അപ്രോച്ച് ചെയ്ത്. എന്നാ 4 പേരിനുള്ളിൽ എന്ത് നടന്നാലും തെറ്റില്ലെന്ന് അവള് പറയുന്നു. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി 4 ചുവര് കാണിച്ചൂടെ? മിണ്ടാതിരിയടാ വിവരദോഷി. ലോഡ്ജിൽ റൂമൊക്കെ എടുത്താ ഏതെങ്കിലും ഭിത്തിയിൽ ക്യാമറ ഫിക്സ് ചെയ്ത് എല്ലാം ചോർത്തിയെടുക്കില്ലേ? പിന്നെ ഇന്റർനെറ്റിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാം. അപ്പൊ 4 പേര് ഞാൻ എവിടെയാണ് പോകുന്നത്? എന്റെ മണ്ടയിലൊരു നല്ല ഐഡിയ ഉണ്ട്. എന്നാൽ അത് എങ്ങനെ പറയണമെന്നാ എനിക്ക് അറിയാത്തത്. താങ്ക് യു. സേഫസ്റ്റ് പ്ലേസ് ഏതാണെന്ന് അറിയാമോ? അവളുടെ വീട് തന്നെ. ഹലോ, വരാം വരാന്നേ. എന്താ അതിലും വലിയ ജോലി എന്താ?
എന്താടാ യാ. എന്ത് പറ്റി? ആരാണെന്നറിയോ? ഹരിതയാടാ. വീട്ടിലാരുമില്ല, വരാൻ പറയുന്നടാ അവള്. പിന്നെന്തിനാടാ എന്റെ കവളിൽ തടവുന്നത്? നേരെ പോ, ഷോ നടക്കട്ടെ, രാത്രിയാവുമ്പോ പാർട്ടി വെക്കാം. പോ, ഓടേ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒച്ച കേട്ടോ? എനിക്ക് കേക്കാവിടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? തെറ്റുകൾ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. കളിക്ക് നീ ഇങ്ങനെ ഒരുപാട് കളിക്കോടാ. ഗലത് കാ മത് കർ. ആരാ ഇവള്? എന്തിനാ ഇവള് എന്നെ മാത്രം ഫോളോ ചെയ്യുന്നേ? കലക്കാം മത് കരോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 30 ദിവസത്തെ ഹിന്ദി ബുക്ക് ഒന്ന് വാങ്ങി നോക്കിയാലോ? വേണ്ട, അറിയാവുന്ന മലയാളം തന്നെ മറന്നു പോവും. ആദ്യ സ്ഥലം തന്നെ കാലിയാക്കാം. എടാ, ഈ ക്ലാസ്സിനേക്കാളും കുറച്ചുകൂടി ഉയരമുള്ള നിന്നാണ് സത്യം പറയണ. ഇനിമേൽ ഞാൻ ഇവിടെ താമസിക്കില്ല. പണിയെടുത്ത് സമ്പാദിക്കും. എനിക്കെന്താ അറിയാമെന്നോ? നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഓടിക്കാൻ അറിയാടാ. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ കണ്ടോ? മഹാഭാവി പണിയില്ലാതാക്കില്ലേ? ഞാൻ തീയാണടാ, എന്നോട് കളിക്കണ്ട. ചുമന്ന് ജീവിക്കുമേടാ. അല്ല, എന്താ ഫോൺ ചെയ്ത് വെച്ച ഉടനെ തന്നെ എത്തി? അതെ, ഇതല്ലാതെ വേറെന്താ ജോലി? അകത്തേക്ക് വാ. വീട്ടിലാരുമില്ലേ? അച്ഛനും ഏട്ടനും റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയിരിക്കുക. ഏടത്തിയും മുത്തശ്ശിയും കുട്ടികളെയും അമ്പലത്തിൽ പോയിരിക്കുന്നു. വരും കുറച്ച് താമസിക്കും. ഓ, ആണല്ലേ? ആ, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് വരാൻ പറഞ്ഞേ. അത് ഇവിടെ നിന്നോണ്ട് തന്നെ കേൾക്കണോ? സോറി, അകത്തേക്ക് പോകാം. ഇരിക്ക്. അതിനു മുമ്പ് ഒരു കോഫി കുടിച്ചിട്ട് പറഞ്ഞ പോരെ? കിച്ചണിലേക്ക് ഞങ്ങളൊന്നും വരാൻ പാടില്ലേ? വരാലോ. വെയിറ്റ് ചെയ്യേ. ഞാനത് പൊട്ടിച്ചു തരട്ടെ? വേണ്ട. അതെന്താ, പാൽ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച പൊട്ടൂല്ലേ? ഒന്ന് വെറുതെ ഇരുന്നാ മതി. എന്താ? ദേ വരുന്നു. നീ എന്തിനാ പതുങ്ങുന്നേ? ആരായാലും എന്താ, വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗ്ലോബസ് കമ്പനി ഒരു പുതിയ കുക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും 1 hour ഹീറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാം ചൂടായിട്ടാണോ ഇരിക്കുന്നത്? 1 hour ടൈം തന്നാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഉള്ളതേ 1 മണിക്കൂറാണോ? എന്തിനാ ഓടിച്ചു വിടുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഈ കുക്കറിന്റെ കാര്യമാണോ? ഓ, പാല് തിളച്ചു പോയി കാണും, പോയി നോക്ക്. കുക്കർകാരനെ കൊല്ലുമെന്ന് ഞാൻ. ചേച്ചി പൂ വാങ്ങിച്ചോളൂ ചേച്ചി. വേണ്ട. എന്താ പൂ വേണ്ടെന്ന് പറയുന്നത്? അത് മുല്ലപ്പൂ. എത്ര രൂപയ്ക്കാ സാറേ? മൊത്തം തന്നേക്ക് മോളെ, മൊത്തം തന്നേക്ക്. എന്തിനാ ഇത്രയും? ആദ്യമായിട്ട് വെക്കാൻ പോവില്ലേ? ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? ഏയ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നേ? എന്റെ പുറകെ വരാൻ അറച്ചു. എന്നോട് സ്നേഹിക്കുന്നെന്ന് പറയാനും അറച്ചു. ഇപ്പൊ ഇതില് മാത്രം എന്തിനാ എത്ര ധൃതി? സെക്സ് എന്ന് പറയുന്നത് ഒരു പവിത്രമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച ആ പവിത്രതയ്ക്ക് അർത്ഥമില്ലാതെ പോവില്ലേ?
നമ്മുടെ പ്രണയത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും ഞാൻ എത്ര വലുതായിട്ടാണ് കാണുന്നതെന്നറിയോ? നിന്നെ കാണാൻ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നീ യെല്ലോ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് പിടിച്ച കളർ യെല്ലോ ആണ്. അന്ന് സെൽഫോണിൽ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നെന്ന് കരുതി എന്നോട് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അന്ന് 14-ാം തീയതിയായിരുന്നു, ഈവനിങ് 4 മണി. ആ സമയം എന്റെ വാച്ചിൽ അങ്ങനെ തന്നെ നിർത്തിവെച്ചിരിക്കുക. ഇന്ന് വരെ നീ എത്ര വരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം വാങ്ങുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെ അവസാനം വരെ നോക്കുന്നുള്ളത് കൊണ്ട്. എന്റെ വീട്ടിൽ എല്ലാരോടും നമ്മുടെ പ്രേമത്തെ പറ്റി പറഞ്ഞു. നിന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ നല്ലവനാണോ ചീത്തയാണെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്നിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്. സന്ദർഭം കിട്ടിയാലും തെറ്റിയാത്തവനാ നല്ലവൻ. എന്നാൽ സന്ദർഭം ഒട്ടും കിട്ടാതെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ അതിലർത്ഥമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശി, അച്ഛൻ, ഏട്ടൻ, ഏടത്തി എല്ലാവർക്കും നിന്നെ കാണണമെന്ന് പറഞ്ഞു. നാളെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പൊ നിനക്ക് ദേഷ്യം വന്നേക്കാം. എന്നാൽ ഞാനിങ്ങനെ കാണിച്ചു തോർത്ത് നാളെ നിനക്ക് തന്നെ മനസ്സിലാവും. രാവിലെ നിനക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കും. തീർച്ചയായും വരാം. എന്ത് പറ്റിയടാ? എല്ലാം വേസ്റ്റ് ആയടാ. എല്ലാം വേസ്റ്റ് ആയെന്നോ? തൊട്ടതും കരയാൻ തുടങ്ങിയ അവള്. കരയാൻ തുടങ്ങിയെന്നോ? പ്രേമം എന്ന് പറഞ്ഞാൽ പവിത്രമാണെന്ന് എന്തോന്ന് മണ്ണാങ്കട്ടാ. വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ പ്രേമം പറഞ്ഞെന്നോ അവര് സമ്മതിച്ചെന്നോ? യാതൊരു വിധത്തിലും നമുക്ക് യോജിച്ച ഫാമിലിയാണെന്ന് തോന്നുന്നില്ല. അവിടെ ചീത്ത ഫാമിലി. ഈ സമയത്ത് ഞാൻ 4-5 ടിക്ക് ചെയ്തേനെ. ടൈം വേസ്റ്റ് ആയാലോടാ. നിനക്ക് ടൈം വേസ്റ്റ്, എനിക്ക് വരുമാനം വേസ്റ്റ് ആയി. നാളെ രാവിലെ അവിടെ അച്ഛനെ കാണാൻ വരാൻ പറഞ്ഞിരിക്കുക. പോവാ. എന്താന്നേ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ? നമുക്ക് നോക്കാം. അങ്കിള് വന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. കുട്ടികൾ എന്തിനാ കാത്തിരുന്നത്? അവരെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്കും. ശരി അമ്മാവ, വരും മക്കളെ. ഹരിതേ, ഹരിതേ. ഹരിതേ, വിളിക്കുന്ന കേട്ടില്ലേ? പത്ത് മണിക്കല്ലേ വരാൻ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് 9 മണിക്കേ വന്ന് നിൽക്കുമെന്ന് കരുതി. ഇന്നലെ വരെയും കാമുകൻ, ഇന്ന് മണവാളൻ. ആ മണവാളന്റെ മിടുക്കൊന്ന് കാണിക്കണ്ടേ? പോയൊരു ഫോൺ ചെയ്ത് നോക്ക്. എന്താ ഹരിതേ, എടുക്കുന്നില്ലേ? അല്ല മോളെ, അയാൾക്ക് വേണ്ടി ഞാൻ ലീവ് ഇട്ടതെന്ന് അറിയില്ലേ? റിങ് പോയി കട്ടാകുകയാണോ അതോ എടുത്തിട്ട് കട്ടാകുകയാണോ? അത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും. കല്യാണം നിശ്ചയിക്കാൻ വിളിച്ചപ്പോ അവൻ പിൻവാങ്ങുകയെന്ന് തോന്നുന്നു. അമ്മേ ഒന്ന് ചുമ്മാതിരി. പിന്നെന്താടാ, വരുന്നുമില്ല, ഫോൺ ചെയ്താലും എടുക്കുന്നില്ല, പിന്നെന്താ ചെയ്യാ? വീട് എവിടെയാണെന്ന് പറ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതൊന്നും വേണ്ട, വന്നോളൂ. എനിക്കെന്തോ വരുന്ന കാര്യം സംശയമാണെന്നാ തോന്നുന്നേ. ഹരിതേ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെന്ന് നീ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം
അതുകൊണ്ട് ദേഷ്യപ്പെട്ട് ചെറിയ പ്രശ്നമാണെന്ന് നീ തന്നെ പറയുന്നു, അതിനിങ്ങനാണ്. റീഡയലാ ചെയ്തേ, വേണമെന്ന് വെച്ച് ഫോൺ കട്ട് ചെയ്തു. അവന്റെ അമ്മയാര്, അച്ഛനാര്, എവിടാ ജോലി ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നിനക്ക് അറിയോ? ഏതോ ഫ്രണ്ടിന്റെ റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിനക്ക് അതെങ്കിലും അറിയാവോ? എന്തിനാ എല്ലാരും ടെൻഷൻ ആവുന്നത്? തീർച്ചയായും വരും, എനിക്ക് വിശ്വാസമുണ്ട്. ഓ